പ്രേക്ഷകർക്കും ബിഗ് സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ ഭരണ സംവിധാനം, അതാണ് ഗവൺമെന്റ്. ആ സർക്കാരുകൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും പാവപ്പെട്ടവന്റെ പട്ടിണി അകറ്റാനും ചോരാത്ത കൂരയിൽ അന്തിയുറങ്ങാനും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ വിവേചനങ്ങളില്ലാതെ സംരക്ഷിക്കപ്പെടാനും അങ്ങനെ എല്ലാത്തിനും പദ്ധതികളും. പക്ഷെ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ ഇരട്ട നീതിയുടെ ഇരകളെ സൃഷ്ടിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സർക്കാർ ഖജനാവിലേക്ക് എത്തുന്ന നികുതി പണത്തിന്റെ പങ്കുപറ്റുന്ന ഉദ്യോഗസ്ഥർ, ചെയ്യുന്ന സേവനം സാധാരണക്കാർക്കുള്ള ഔദാര്യമാണെന്ന് ചിന്തിക്കുന്നവർ, പണവും സ്വാധീനവും ഉള്ളവൻ നിയമത്തെ വിലയ്ക്ക് വാങ്ങുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്ന ഉദ്യോഗസ്ഥർ, പാവപ്പെട്ടവനെ നിയമക്കുരുക്കിന്റെ നൂലാമാലകളിൽ പെടുത്തി നീതി നിഷേധിക്കുമ്പോൾ അതും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർ നാട്ടിൽ ഇരട്ട നീതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഇരകളായി മാറുന്നത് ഇവിടുത്തെ സാധാരണക്കാർ മാത്രമാണ്. ബിഗ് സ്റ്റോറി വിശദമായി പരിശോധിക്കുകയാണ് ഇരട്ട നീതിയുടെ ഇരകളും. സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികൾക്കും ഓരോ ലക്ഷ്യമുണ്ടാകും. അങ്ങനെ വലിയ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമായിരുന്നു 2002-2003 കാലഘട്ടത്തിൽ സർക്കാർ ചിന്നക്കനാലിൽ നടപ്പിലാക്കിയ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കി 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അത് പൂർത്തീകരണത്തിൽ എത്തിക്കാൻ മാറി വന്ന സർക്കാരുകൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഭൂമി ലഭിക്കാനുള്ള നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾ ഇനിയുമുണ്ട്. പ്രതീക്ഷകളോടെ സർക്കാരിന്റെ ഭൂമി വാങ്ങാനെത്തിയ കുറച്ച് കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും ലഭിച്ചില്ല. പോകാൻ മറ്റൊരു ഇടമില്ലാതെ ഇവർ 301 ഉന്നതിയോട് ചേർന്നുള്ള റവന്യൂ ഭൂമിയിൽ കുടിൽ കെട്ടി താമസം ആരംഭിച്ചു. പലതവണ അപേക്ഷ നൽകിയിട്ടും ഇവർക്ക് മാത്രം ഭൂമി ലഭിച്ചില്ല. ഇതിനിടയിൽ നിരവധി തവണ കാട്ടാന ഇവരുടെ കുടിലുകൾ പൊളിച്ചു കളഞ്ഞു. വർഷങ്ങൾ പിന്നിട്ടതോടെ ഇവർ കിടക്കുന്ന കുടിലുകൾക്ക് പഞ്ചായത്ത് വീട്ടു നമ്പർ നൽകി, വൈദ്യുതി കണക്ഷൻ എടുത്തു. നിലവിൽ പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ വീടും അനുവദിച്ചു. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ അന്തി ഉറങ്ങാമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് അവിടെയും ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ ഇടപെടൽ. വീട് വയ്ക്കുന്നതിന് NOC നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറല്ല. ആദിവാസികളോടുള്ള അവഗണന എത്രത്തോളം എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് 301 ഉന്നതിയോട് ചേർന്ന 2 പതിറ്റാണ്ടിലധികമായി ചോർന്നൊലിക്കുന്ന ഈ കൂരയിൽ കഴിയുന്ന ഓമനയുടെ ജീവിതം. കൃഷി ചെയ്യാൻ സ്വന്തമായി ഭൂമി, അതിൽ ചെറിയൊരു വീട്, ആ വലിയ സ്വപ്നവുമായിട്ടായിരുന്നു ഓമനയും സമീപത്തുള്ള കുടുംബങ്ങളും ഇവിടേക്ക് എത്തിയത്. എന്നാൽ ആദ്യഘട്ട ഭൂമി വിതരണത്തിൽ ഇവരുടെ പേരുണ്ടായില്ല. പോകാൻ മറ്റൊരു ഇടമില്ലാത്തതിനാൽ കുടിൽ കെട്ടി ഇവിടെ താമസം ആരംഭിച്ചു. കൂലിപ്പണി ചെയ്തും ആനയിറങ്കൽ ജലാശയത്തിൽ നിന്നും മീൻ പിടിച്ചു വിറ്റും ഉപജീവനം നടത്തി. എന്നെങ്കിലും സർക്കാർ വീടും സ്ഥലവും നൽകുമെന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നത് ഇവർ കിടക്കുന്ന റവന്യൂ ഭൂമിയിൽ വനം വകുപ്പിന്റെ കയ്യേറ്റം ആരംഭിക്കുന്നത് മുതലാണ്. വനം വകുപ്പ് മനുഷ്യത്വരഹിതമായ ഇടപെടൽ നടത്തി. ഇവർ കൃഷി ചെയ്തുണ്ടാക്കിയ കൃഷിദേഹരണങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വെട്ടി നശിപ്പിച്ചു. ആന ഇടിച്ചു കളഞ്ഞ വീട് നിർമ്മിക്കാൻ അനുവദിച്ചില്ല. താൽക്കാലികമായി കെട്ടിയ കുടിലുകൾ അടിച്ചു പൊളിച്ചു. ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നതോടെ പൊതുപ്രവർത്തകരുടെ സഹായത്തോടെ ഓമന കോടതിയെ സമീപിച്ചു. ആദിവാസി കുടുംബങ്ങളെ ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കരുതെന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടു. കൂടാതെ സ്ഥലം പതിച്ചു നൽകണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ 2012 കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഇതുവരെ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മലയറിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണെന്ന് സർക്കാർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുണ്ട്. ആധാർ കാർഡും റേഷൻ കാർഡും ഉണ്ട്. വീട്ടു നമ്പർ കിട്ടി. അങ്ങനെ എല്ലാ രേഖകളുമുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തും. എന്നിട്ടും ഇവര് കൂടി ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ഭരണ സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കണ്ടഭാവമില്ല. അർഹതയുണ്ടായിരുന്നിട്ടും സർക്കാർ ഉത്തരവുകൾ വരെ മറികടന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തേണ്ടേ എന്നാണ് ഒരു പ്രസക്തമായ ചോദ്യം. പതിറ്റാണ്ടുകളായി കുടിൽകെട്ടി ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വീട്ടു നമ്പർ നൽകി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വീടും അനുവദിച്ചു.
എല്ലാ രേഖകളും ഹാജരാക്കി. പക്ഷേ താലൂക്കിൽ നിന്നും ഇവർക്ക് വീട് വയ്ക്കുന്നതിന് NOC നൽകുന്നില്ല. കാരണം അന്വേഷിക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി നിലവിൽ ഇവർ താമസിക്കുന്ന ഭൂമി റവന്യൂ രേഖകളിൽ HNL പ്ലാന്റേഷൻ എന്ന് കാണുന്നു എന്നാണ്. മുമ്പ് HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയുടെ പാട്ടക്കാലാവധി അവസാനിച്ച സർക്കാർ ഭൂമിയായിരുന്നിരിക്കെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിചിത്ര മറുപടി. പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ഈ ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാണ്. കാരണം മുമ്പ് ഭൂമി ലഭിക്കാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് വിതരണം നടത്താൻ ബാക്കിയുള്ള ഭൂമി HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണെന്നും അതിനാൽ സ്ഥലമില്ല എന്നുമാണ്. അതുകൊണ്ട് തന്നെ പാട്ടക്കാലാവധി അവസാനിക്കുമ്പോൾ ഭൂമി പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം നടത്തേണ്ടവർ തന്നെ ഇവിടെ നിന്നും ഇവരെ കുടിയൊഴിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നതാണ് വാസ്തവം. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ഇതേ ഭൂമിയിൽ വനം വകുപ്പ് കയ്യേറി റിസർവ് വനമെന്ന് ബോർഡ് സ്ഥാപിക്കുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന റവന്യൂ വകുപ്പ് അധികൃതരുടെ ഇരട്ടത്താപ്പ് നിലപാട്. സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച അസുഖം ബാധിച്ച ഓമനയുടെ അച്ഛനും മരണപ്പെട്ടു. മക്കൾ പഠിക്കുകയാണ്. കൂലിപ്പണി ചെയ്ത് അവരെ പഠിപ്പിക്കുമ്പോഴും മനസ്സിന്റെ വേദന തങ്ങൾ ഭൂമിക്ക് അവകാശികളല്ല എന്നതാണ്. ഓമനെ ആവർത്തിച്ചു പറയുന്നു, പോകാൻ മറ്റൊരു ഇടമില്ല. തങ്ങൾക്ക് ഇതുവരെ സർക്കാരിന്റെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. സർക്കാർ പദ്ധതിയിൽ ലഭിച്ച വീടെങ്കിലും പണിയാൻ അനുവദിക്കണം. പ്രതികരണം ലൈഫിന്റെ ലിസ്റ്റിൽ വീടുള്ളതാണ്. എനിക്ക് ഇതുവരെ ഒരു വീട് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് മരിക്കുന്നതിന് മുൻപ് ഒരു നല്ലൊരു വീട്ടിൽ കിടന്ന് മരിക്കണം. ഒരു അടച്ചുറപ്പുള്ളൊരു വീട്. എൻ്റെ പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസമെങ്കിലും താമസിക്കാൻ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് വേണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇത്ര നാളായിട്ടും ഇത്ര വർഷങ്ങളായിട്ടും എനിക്ക് ഇതുവരെ മറ്റൊരു വില്ലേജിലോ ഒരു പഞ്ചായത്തിലോ ഒരിടത്തിലും ഒരു ആനുകൂല്യം ഒരു വീടുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. കാരണം ഞാനിവിടെ വന്ന് 19 വർഷം ഇവിടെ വന്നിട്ട്. അപ്പോൾ അത്ര നാളുകൊണ്ട് ഞാൻ എല്ലാത്തിനും അപേക്ഷ വയ്ക്കുകയോ പട്ടയത്തിന് അപേക്ഷ വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാത്തിലും ഞങ്ങളെ ഇങ്ങനെ ഒരു പരിഹസിക്കുന്ന രീതിയിലാണ്. കാരണം ഞങ്ങൾക്കത് ഞങ്ങൾ ആദിവാസികളായതുകൊണ്ടാണ്. ചിന്നക്കനാലിലെ കുറച്ച് ആദിവാസികളുടെ മാത്രം അവസ്ഥയായിരുന്നു. പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച കൈവശ ഭൂമിയുള്ള ആർക്കും റവന്യൂ വകുപ്പ് NOC നൽകുന്നില്ല. 17 വർഷമായി സ്ഥിരതാമസക്കാരാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയാൽ NOC നൽകണമെന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ട്. പക്ഷെ ആ ഉത്തരവ് ഓമനയെ പോലുള്ള കുടുംബങ്ങൾക്ക് സർക്കാർ പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാക്കാൻ കൂടി വേണ്ടിയാണ്. എന്നാൽ അവകാശം ഔദാര്യമായി കണക്കാക്കുന്ന ഉദ്യോഗസ്ഥർ സർക്കാർ ഉത്തരവിനും പുല്ലുവില കൽപ്പിക്കുന്നില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ചിന്നക്കനാലിൽ ഇനിയും ബാക്കിയുള്ളത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടത്തുള്ള വൃദ്ധ ദമ്പതിമാരായ സെൽവറാണിയും പാണ്ഡ്യയും ഏതു നിമിഷവും തകർന്നു വീഴാറായ കൊച്ചുകൂരയിലായിരുന്നു കിടന്നിരുന്നത്. ഇവർക്ക് സർക്കാർ പദ്ധതിയിൽ വീട് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയായിരുന്നു. പഞ്ചായത്ത് തുക അനുവദിച്ച പഴയ വീട് പൊളിച്ച സമീപത്ത് ഒരു കൊച്ചു ഷെഡ് നിർമ്മിച്ചു. താമസം അതിലേക്ക് മാറ്റി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുകയും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും. ഇതോടെ വീടുകളുടെ നിർമ്മാണത്തിന് താലൂക്കിൽ നിന്നുള്ള NOC വേണമെന്നായി. ഇതോടെ കൈവശ ഭൂമിയിലെ ഇവരുടെ വീട് നിർമ്മാണം നിലച്ചു. നിലവിൽ ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ദുരിതമനുഭവിക്കുകയാണ് ഈ നിർധന കുടുംബം. ഭർത്താവ് പാണ്ഡ്യയ്ക്ക് കണ്ണിന് കാഴ്ച പരിമിതിയുമുണ്ട്. വാക്കുകളിൽ പോലും ഇവർക്ക് പ്രതീക്ഷയില്ല. നിരാശയും ആശങ്കയും മാത്രം. കാറ്റില്ലാതായതുകൊണ്ട് ഈ കാറ്റും മഴയത്ത് കിടന്നിട്ട് ഒരു ദിവസം കാറ്റ് കൊച്ചി ഒരു രാത്രി 1 മണിയായപ്പോൾ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്ക് അറിയത്തുള്ളൂ. സർക്കാർ പദ്ധതിയിൽ ലഭിച്ച 650 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൊച്ചു വീട് നിർമ്മിക്കുന്നതിനാണ് നിയമക്കുറിപ്പുകൾ സൃഷ്ടിച്ച് ഉദ്യോഗസ്ഥർ വിലങ്ങുതടിയായിരുന്നു. അതും സർക്കാർ ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചു. എന്നാൽ അതേ ഉദ്യോഗസ്ഥർ ചിന്നക്കനാലിൽ നടക്കുന്ന വൻകിട നിർമ്മാണങ്ങൾക്കെതിരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നതും വളരെ പ്രസക്തമായ കാര്യം.
ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി അത് വനം വകുപ്പിന്റെ കൈകളിൽ ഭദ്രമായിട്ട് ഏൽപ്പിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നത്. സർക്കാർ ഉത്തരവുണ്ടായിട്ടും മറ്റു രേഖകളിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതാകട്ടെ ആദിവാസികളെ കുടിയിറക്കാനുള്ള നീക്കം നടത്തുന്നതല്ല, ഇത്തരമൊരു നിയമം എല്ലായിടത്തും നിലനിൽക്കുന്നതാണെന്ന് വരുത്തി തീർക്കുകയാണ് ഉദ്യോഗസ്ഥർ. വൻകിടക്കാർക്ക് കുടപിടിച്ചും വനം വകുപ്പിന് കുഴലൂതിയും ചില ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്ന ഇരട്ട നീതി അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പാവപ്പെട്ടവൻ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുകയും വൻകിടക്കാരന്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന കിമ്പളത്തിന് നന്ദി കാട്ടുകയും ചെയ്യുന്ന നാട്ടിൽ ഇരട്ട നീതി നടപ്പിലാക്കുമ്പോൾ ഒരുപറ്റം പാവപ്പെട്ടവർ അതിന്റെ ഇരകളായി മാറുക മാത്രമല്ല, എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമി എന്ന ഒരു സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വെക്കുക കൂടിയാണ് ഇവിടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അടിയന്തരമായ ഇടപെടലും നടപടിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ബിഗ് സ്റ്റോറി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.